രേണു സുധീനെക്കുറിച്ച് ദിവസം ദിവസം ഓരോ ഫേക്ക് ന്യൂസുകൾ അടിച്ചിറക്കാനായിട്ട് ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ഞെട്ടിപ്പോവുക. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണു സുധി ഗൾഫിലേക്ക് പോണത് മുഴുവൻ സ്വർണ്ണക്കടത്തിനാണ്. അവിടെയൊക്കെ ബാറിന് അവിടെയൊക്കെ ഈ മദ്യത്തിനോ കാര്യങ്ങൾക്കൊക്കെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവിടെ അതിനുള്ള പരസ്യമൊന്നും അവിടെ ആവശ്യമില്ല. ഇത് കേരിയറായിട്ട് പോകുന്നതാണ്. സ്വർണം ഓരോ പോക്കലും ഇഷ്ടം പോലെ സ്വർണ്ണം കിലോ കണക്കിന് സ്വർണ്ണം ഇവിടെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ കേരിയറായിട്ട് നടക്കണം. അപ്പോൾ കോടികൾ സമ്പാദിക്കാനുള്ള ഒരു പരിപാടിന് അതിന് കുറേ വോയിസുകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ കുറേ വോയിസുകൾ സോഷ്യൽ മീഡിയയിൽ പറന്നു നടക്കുന്നുണ്ട്. ആ വോയിസൊന്നും ഞാൻ വയ്ക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം അതൊക്കെ ഫേക്ക് വോയിസാണ്, നമുക്ക് കേട്ടാലേ അറിയാം. പിന്നെ രേണു സുധീനെ മോശമാക്കാൻ വേണ്ടിയിട്ട് AI വെച്ചിട്ട് ഒരുപാട് വീഡിയോകൾ ഉണ്ടാക്കുന്നുണ്ട്, ഫോട്ടോസുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് രേണു സുധി പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫോട്ടോസുകൾ അവർ കാണുമ്പോഴാണ് അവരിത് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും വേണ്ടിയിട്ട് ഓരോ ആൾക്കാർ പടച്ചു വിടുന്ന സംഗതിയാണെന്നുള്ളത്. പിന്നെ ഈ സ്വർണ്ണക്കടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പ്രചരിക്കുന്ന പോലെ ഈ കസ്റ്റംസും എയർപോർട്ടിലൊക്കെ സ്വർണ്ണം അങ്ങോട്ട് ഓടിക്കൊണ്ട് കടത്താനൊന്നും പറ്റില്ല. ഈ കസ്റ്റംസിൻ്റെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിൽ രേണു സുധി ഒന്നും ഒരു ചുക്കും ചുണ്ണാമ്പും അല്ല. അവർ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്യുന്ന അവരറിയില്ല. ഈ കേരളത്തിലുള്ളവരൊന്നല്ല അവിടെ കസ്റ്റംസിൽ ജോലി ചെയ്യുന്നവർ. അവരവിടെ പന്ത് കെട്ടി കളിക്കുക എല്ലാവരും അവിടെ. അവർ സ്വർണം കടത്തു കഴിഞ്ഞാൽ അവർ പിടിക്കും. അത് രേണു സുധി അല്ല, ഇനിയിപ്പോൾ മമ്മൂട്ടി ആയാലും അവർ ഏത് സെലിബ്രിറ്റി ആയാലും സ്വർണം കടത്താൻ നിന്ന് കഴിഞ്ഞാൽ അവർ പിടിക്കും. ഒരു പ്രാവശ്യം കടത്താനും പറ്റില്ല. ഒരു പ്രാവശ്യം കടത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം എന്തായാലും ഉറപ്പാണ്. ഈ വക പണിക്കൊന്നും ഈ പെൺകുട്ടി പോവില്ല. ഇതിന് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഇങ്ങനെ വായിട്ടടിക്കാമെന്ന് മാത്രമേ അതിന് പറ്റുള്ളൂ. അതിന് 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അത് കിടന്ന് വായിട്ടടിക്കുന്നത്. അല്ലാണ്ട് അത് സ്വർണം കടത്താനോ അത് കള്ളക്കടത്ത് കടത്താനോ ഒന്നും പോണൊരു സ്ത്രീ അതിനുള്ള കെൽപ്പുമില്ല, അതിനുള്ള ധൈര്യമില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സ്ത്രീ സ്വർണം കടത്തുക എന്ന് പറഞ്ഞ് ഇവിടെ തൊണ്ട തൊടാണ്ട് വിഴുങ്ങാനായിട്ട് നിങ്ങൾ ഈ പടച്ചുണ്ടാക്കുന്ന ഈ സംഭവങ്ങൾ തൊടാണ്ട് വിഴുങ്ങാനായിട്ട് ഇവിടുത്തെ ജനങ്ങളെ കിട്ടില്ല. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ് നിങ്ങൾക്കത് എനിക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ്? നമ്മുടെ രേണു സുധി കുറച്ച് ഉദ്ഘാടനത്തിന് പോണ്, ബിഗ് ബോസിൽ പോണ്, കുറേ കാശുണ്ടാക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അതൊന്നും സാധിക്കുന്നില്ല. നിങ്ങൾക്ക് സാധിക്കാത്ത കാര്യം ആ ചെറിയ പെൺകുട്ടി ആകെ അടയ്ക്ക പക്ഷിയിൽ അത്രേ ഉള്ളൂ. അത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അസൂയ, കുശുമ്പ്. അപ്പോൾ ഒരാൾ 10 രൂപ ഉണ്ടാക്കണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസൂയ. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വിറ്റിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോ ആക്കി ഇട്ടിട്ട് നിങ്ങൾ ജീവിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ പിന്നാലെയാണ് നിങ്ങൾ ഈ യൂട്യൂബേഴ്സും മറ്റുള്ള എല്ലാ ആൾക്കാരും അതിൻ്റെ പിന്നാലെയാണ്. അപ്പോൾ രേണു സുധീനെ പറ്റി എന്തെങ്കിലും പറഞ്ഞ് ഫേക്ക് ന്യൂസുകൾ ഇട്ട് കഴിഞ്ഞാൽ 10 വ്യൂസ് കാണും. അതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടീനെ ഇനി പറയാനില്ലാത്ത കാര്യമില്ല. ഇപ്പോൾ അവസാന കാര്യമാണ് ഇപ്പോൾ ഈ പറഞ്ഞു നോക്കുന്നത്, സ്വർണ്ണക്കടത്ത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി ഈ പെൺകുട്ടീനെ തകർക്കാൻ വേണ്ടിയിട്ട്, ഈ പെൺകുട്ടീനെ ജയിലിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഓരോരുത്തർ വിളിച്ച് പറയാതെ ഇനി എല്ലാ രഹസ്യങ്ങളും നമ്മുടെ രേണു സ്വർണം കടത്തുന്ന എല്ലാ രഹസ്യങ്ങളും എല്ലാ വോയിസും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ പോലീസിനോട് ഞാൻ കൈമാറാം, വേറെ ആർക്കും കൈമാറില്ല, പോലീസിന് മാത്രമേ കൈമാറുള്ളൂ. ഇവിടെ എന്തെല്ലാം അന്വേഷണ ഏജൻസികളുണ്ടെന്നറിയാം. 1 ഗ്രാം സ്വർണം ഇവിടുന്ന് അനധികൃതമായിട്ട് അവിടെ നിന്ന് കടത്തുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഒന്നും ഈ യൂട്യൂബേഴ്സിൻ്റെ ഒന്നും ഒരു സഹായം ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വേണ്ട. അവരിതൊക്കെ മണത്തറിഞ്ഞ് പിടിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അതിനുള്ള ആധുനിക സജ്ജീകരണങ്ങളുണ്ട്. അത് ആദ്യം മനസ്സിലാക്കുക. ഈ മണ്ടത്തരം വിളിച്ച് വിളമ്പരുത്. അതുപോലെ തന്നെ ഓരോ വോയിസ് നിങ്ങൾ ഫേക്കായിട്ട് ഉണ്ടാക്കിയിട്ട് അത് ജനങ്ങളുടെ ഇടയിലേക്ക് തള്ളിക്കയറ്റരുത്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത്. ആ പെൺകുട്ടി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ഏതെങ്കിലും രീതിയിൽ അത് 10 രൂപ ഉണ്ടാക്കിക്കോട്ടെ. ഇത് നിങ്ങൾ ഈ അസൂയും കുശുമ്പും കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ നശിച്ച് നാറകാണക്കല്ല് പറിക്കും. അതുണ്ടാവുക. നിങ്ങൾ ഒരാളുടെ നാശത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, അതിന് വേണ്ടിയുള്ള പണിയെടുക്കുമ്പോൾ അതിൻ്റെ നാശം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഈ വക പരിപാടി നിർത്തിയിട്ട് നേരെ ചൊവ്വ 10 രൂപ ഉണ്ടാക്കാൻ നോക്കുക. അത് നല്ലത്. രേണു സുധീരെ പച്ചർച്ച തിന്നാൻ നിൽക്കണ്ട.